ആട് പോലെ നടക്കുന്ന മനുഷ്യനിൻ്റെ അവസാന പാടുപേടും മരണത്തെ ചിന്തിക്ക്, കഷ്ടപ്പാട് പേടും മരണത്തെ ചിന്തിക്ക്. മാടുകളെ മടക്കത്തിൽ വിളിക്കാൻ വരുന്ന നേരം നാളെ വരാ എന്ന കാര്യം പറ്റൂല. നാളുതോറും സമ്പാദിച്ച സമ്പത്തും സന്താനം നിന്നെ പാളി നോക്കാൻ കാബറിങ്ങലെത്തൂല, നിന്നെ പാളി നോക്കാൻ കാബറിങ്ങലെത്തൂല. കാളപൂട്ട് മത്സരവേദിയിലെ കാരണവർ പനക്കൽ കോയസൻ. നാടായ നാട്ടിലെല്ലാം കാളപൂട്ടാൻ പോകും. കപ്പില്ലാതെ തിരികെ പോരാൻ മനസ്സില്ലാത്ത ഒരാൾ. പ്രായമിപ്പോൾ 76 കഴിഞ്ഞു. കാളപൂട്ടിനോടുള്ള കമ്പത്തിൽ ആരും തോറ്റുപോകും വാഴക്കാട് പനക്കൽ കോയസിന്റെ മുന്നിൽ. വിഷമങ്ങളുണ്ട്. ഇതൊക്കെ സഹിച്ചുകൊണ്ട് പോരുന്ന എന്താ അറിയോ, ഇപ്പം മണ്ടനാട്ടിലാണ് ആ ഒരു കമ്പത്തിനാണ്. അത് 1-ാം കപ്പ് കിട്ടുക, സെക്കൻഡ് ഇറങ്ങി മണ്ടുക, എല്ലാവരും ഇടയിൽ കാളൂട്ടാൻ പറ്റിയ കാളിമൂരിയാകുക. ഇപ്പം ആ ഒരു മനസ്സമാധാനമുണ്ട്. എന്ത് കാളിമൂരി ആരുടെയിലും വെച്ചിട്ടുന്നതിന് ഒരു ബേജാറുമാണ്. ചിലരൊക്കെ പറയും 25 കൊല്ലം ഉണ്ടെന്ന്. ഞമ്മക്കിപ്പോൾ അത് തോന്നുന്നില്ല. 76 വയസ്സായാലേ ഇപ്പോഴും തിറ്റണ പോറ്റണവും പില്ലരിനവും വേറെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ അമരാതായിന് ലേശം ഊക്കേറിക്കൊണ്ടാണ് നിൽക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ കമ്പം പോയില്ല. കാളൂട്ട് ഇന്നാണെങ്കിൽ ഇന്നലെ രാത്രി ഉറക്കില്ല, ഇന്നലെ പകലുമില്ല. എത്ര കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയതെന്ന് ചോദിച്ചാൽ കൃത്യം കണക്കറിയില്ല. പക്ഷേ ഞാൻ 4-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോണ കാലത്ത് 95 രൂപ മൂരി വാങ്ങിയിട്ട് ഈ ഫീൽഡിറങ്ങിയത്. 4-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോണ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ചെറുത് തന്നെയാണെന്ന്. വയസ്സിപ്പോൾ എത്രയെന്നുള്ളത് ഇപ്പം അന്ന് ചെറിയതാവുമ്പോഴേ സ്കൂളിലാക്കാവും. 10 വയസ്സാവില്ല, അതിൻ്റെ ചോടെ തന്നെ ആവുള്ളൂ. ഇപ്പം 76 10-70 കൊല്ലം ഈ ഫീൽഡ് തന്നെയാണ്. വരെ കാള മൂര്യോ ഇല്ലാതെ ജീവിച്ചില്ല. കപ്പ് വാങ്ങി നല്ല ടോപ്പ് കാളൂട്ടിക്കാരനായി പിന്നെ അവിടെ വലുതായി പോയതാണ്. ഇപ്പം അവാരെ കാളൂട്ടിക്കാരൻ തന്നെ എന്നെല്ലാവരും സമ്മതിച്ച്. ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എല്ലാ കൊമ്പന്മാരുടെ ഇടയിലും വലിയ മൂരിക്കാരെ ഇടയിൽ ഓലെ നേരെ ബാക്കിലിട്ട് കാളൂട്ടലുണ്ട് എല്ലാ സ്ഥലത്തും. കോയസിന്റെ ഭാഷയിൽ ഇത്രയും പ്രാധാന്യമുണ്ട് കാളകൾക്ക്. ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി. നല്ല ചിലവെന്ന് വെച്ചാൽ ഇന്നത്തെ കണക്ക് നോക്കാൻ 1000 രൂപയാണ് ഒരു ജോഡി കാളിമൂരി പോറ്റണമെങ്കിൽ. കൂടുതലല്ല കുറയില്ല. റൂണ് വൈക്കോലിന് ഇപ്പം 400 രൂപയിന്. ഒരു 4 കിലോ മുതല കൊടുക്കാഞ്ഞാൽ ഈ സാധനങ്ങൾ ഓടാൻ ലേസർ മടിയുണ്ടാവും. ഇത് സ്പീഡ് മുതലമല. മുതല നല്ല കൊടുക്കുന്ന വേണം. അതുകൊണ്ട് തന്നെ ഒരു കെട്ട് വൈക്കോലും വേണം ഒരു ദിവസം. പിന്നെ ആഴ്ചയിൽ ഒരു കോഴി ഒരു പൂട്ടാട്ട് കഴിഞ്ഞ് എന്നാൽ കോഴിമുട്ട നാടൻ വേണം. നമ്മളെ മരുവൻ പറഞ്ഞിന്, ഇപ്പം നമ്മളെ മാളുണ്ട് എന്നോട് പറഞ്ഞല്ല, അങ്ങനെ പറഞ്ഞ് കേട്ടാ വായിച്ച നമ്മൾ പീടിയല്ല കോഴിമുട്ട, മൂരിയൊക്കെ നാടൻ കോഴിമുട്ട. നമ്മളത്ര സ്നേഹത്തിലാണ് വില പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാടൻ കോഴി, നിങ്ങളെ ഈ പീടിയയിലെ കോഴിയല്ല. പിന്നെ അരിഷ്ടം പൊങ്ങാ ചാക്ക് നോക്കിയാൽ കാണാം. എൻ്റെ മക്കളിൻ്റെ പെണ്ണുങ്ങൾ 5 പ്രസവം പ്രസവിച്ചിട്ടുണ്ട്. സവനപ്രാസം തന്നെ ലേഖത്തിൻ്റെ ഒരാൾക്ക് ഓക്ക് ഞാൻ വാങ്ങി കൊടുത്തില്ല, മൂര്യക്ക് കൊടുക്കലുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കമ്പം. കഥകൾ പറഞ്ഞു തുടങ്ങിയാൽ നിർത്താത്ത ഒരാൾ. കാളപൂട്ടുകാരന് കാളവണ്ടി വാങ്ങാൻ പണമുണ്ടാകില്ലെന്ന് കരുതി വെല്ലുവിളിച്ച അതേ ആളുടെ കയ്യിൽ നിന്നും ചുരുങ്ങിയ പണം കൊണ്ട് ആ കാളവണ്ടി വാങ്ങി കോയസൻ. വാഴക്കല കച്ചവടം ലോഡ് ഇറക്കി അവിടുന്ന് പൈസ വാങ്ങി. നമ്മൾ കറയെ കുളിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കാളവണ്ടിക്കാരന് തോന്നി എൻ്റെ പൈസ ഇല്ലാത്തൊരു അലവല ടീമാണ്, റോട്ടുമലയുടെ കിടക്കണവനാണെന്ന് തോന്നി. അങ്ങനെ ആളോട് കാളിയും വണ്ടിയും വിൽക്കണോ വെച്ചുമ്പോൾ ആക്കിൻ്റെ ഒരു മക്കാറാക്കൽ. അത് ചെറിയൊരു വിലക്ക് ആൾ പെട്ട് അയാൾ തിന്ന് അത് വാങ്ങി. പിന്നെ ആൾ വാക്കൂരാനൊക്കെ അത് ഞാൻ വിട്ടവില്ല. അങ്ങനെ കാളിയും വണ്ടിയും വാങ്ങിയിട്ട് പെരയിൽ ഞാൻ തന്നെ ഒട്ടിയിട്ട് പോകുന്നതാണ്. പാട്ടുപാടി ചുറ്റുമുള്ളവരെ കഥ പറഞ്ഞ് രസിപ്പിച്ച് കോയസൻ കാക്കയുടെ കാളപൂട്ട് ജീവിതം തുടരുകയാണ്. എൻ്റെ കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നാണ് കാളപൂട്ടിൻ പലരുമേ
ചേരി എന്റെ കാലിക കൊണ്ടൊരു ദിനം ചാനഞ്ഞ ചേരി. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.